ഹലോ നമസ്കാരം. സന്തോഷ്. കേരളത്തിലെ UDF അധികാരത്തിൽ വന്നാൽ എല്ലാ സ്ത്രീകൾക്കും KSRTC ബസ്സിൽ യാത്ര സൗജന്യമായി ലഭിക്കുമെന്നും കേരളത്തിലെ എല്ലാവർക്കും 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയും UDFിൻ്റെ പ്രകടന പത്രികയിൽ കേരളത്തിലെ CSI സഭയുടെ നേതാവായ TT പ്രവീണിനെ തമിഴ്നാട് കോൺഗ്രസിൽ മത്സരിക്കാൻ സീറ്റ്. കേരളത്തിലെ CSI സഭയുടെ പിന്തുണ കോൺഗ്രസിന് ലഭിക്കാൻ സാധ്യത. കേന്ദ്ര സർക്കാരിൻ്റെ FCRA ഭേദഗതി നിയമ ബിൽ താൽക്കാലികമായി തെരഞ്ഞെടുപ്പ് മൂലം മാറ്റിവെച്ചു. ന്യൂനപക്ഷങ്ങൾക്ക് ലഭിക്കുന്ന വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി ബിൽ കേരളത്തിലെ LDF സർക്കാർ തെരഞ്ഞെടുപ്പിന് നേരിടുമ്പോൾ 10 വർഷം പൂർത്തിയാക്കി. സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ: 1 ലക്ഷം കോടിക്ക് മുകളിൽ കിഫ്ബി വഴി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, വൈദ്യുതി തടസ്സമില്ലാതെ കുടിവെള്ള വിതരണം, ലൈഫ് മിഷൻ പദ്ധതി, കെട്ടിടങ്ങൾ, റോഡുകൾ, പാലങ്ങൾ, തുരങ്കങ്ങൾ, ഗെയിൽ ഗ്യാസ് ലൈൻ പൈപ്പ് പദ്ധതി. സർക്കാരിനൊപ്പം 1-ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന കുട്ടി സർക്കാർ 10 വർഷം പൂർത്തിയാക്കുമ്പോൾ കുട്ടിയുടെ 10-ാം ക്ലാസ് പരീക്ഷയും സംസ്ഥാന സർക്കാരിൻ്റെ 16-ാം തെരഞ്ഞെടുപ്പിനോട് റിസൾട്ട് അറിയുമ്പോൾ ഏപ്രിൽ 9-ാം തീയതി വിധി എഴുതിയാൽ മെയ് 4-ാം തീയതി മത്സരഫലം അറിയാം. കേരളത്തിൽ BJPയുടെ NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ എല്ലാ പാവപ്പെട്ട കുടുംബങ്ങൾക്കും 2 LPG ഗ്യാസ് സിലിണ്ടർ സൗജന്യമാകുമെന്നും എല്ലാ പാവപ്പെട്ട കുടുംബങ്ങൾക്കും 2500 രൂപയുടെ ഭക്ഷ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാർഡ്, കേരളത്തിലെ എല്ലാ പാവപ്പെട്ട കുടുംബങ്ങൾക്കും കുടിവെള്ള വിതരണം സൗജന്യമായി, തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ അതിവേഗ റെയിൽ പദ്ധതി, കോഴിക്കോട് വരെ മെട്രോ റെയിൽ, എയിംസ് പൂർത്തീകരിക്കും. കേരളത്തിൽ BJPയുടെ NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ ഏപ്രിൽ 4-ന്. കേരളത്തിൽ ആദ്യമായി തൃശ്ശൂരിൽ നിന്നും ഒരു MP-യും കേന്ദ്രമന്ത്രിയും സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യനും. ചരിത്രത്തിലാദ്യമായി കേരളത്തിലെ തിരുവനന്തപുരം കോർപ്പറേഷൻ BJPയുടെ NDAയുടെ ഭരണത്തിൽ ഏപ്രിൽ 9-ാം തീയതി ജനവിധി എഴുതുമ്പോൾ കേരളത്തിലെ മുൻ കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയും ആയ K. കരുണാകരൻ ലീഡറുടെ മകളായ പത്മജ വേണുഗോപാൽ BJPയുടെ സീറ്റിൽ തൃശ്ശൂരിൽ മത്സരിക്കുന്നു. എൻ്റെ വീഡിയോകൾ കൂടുതൽ കാണുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കൂ.